ഹലോ ഫ്രണ്ട്സ്, സൺഡേ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്കായിരുന്നു. കാരണം ഇവിടെ എപ്പോഴും സൺഡേയിൽ നല്ല തിരക്കാണ്. കാരണം വീക്ക് ഡേയ്സ് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും 40 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബോഡി മാനസികമായും ശാരീരികമായിട്ടും ഒരുപാട് നമ്മൾ തളരും ഈ 40 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നത് വീഡിയോകൾ ചെയ്തും പഴയ കാലത്തെ മൂവീസിലെ പാട്ടുകൾ കേട്ടുമാണ്. പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഷീല, ജയഭാരതി ഇങ്ങനെ തുടങ്ങിയ പഴയ നടിമാർ പാടി അഭിനയിച്ച അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ ഒരുപാട് മെൻ്റലി സൂതനിങ് ചെയ്യുന്ന തരത്തിലാണ് ഞാൻ ഈ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നിയത് ഒരു ഷീല ചെയ്ത ഒരു പാട്ട് അല്ലെങ്കിൽ പഴയ നടിമാർ ചെയ്ത പാട്ടിനോട് എനിക്ക് എപ്പോഴും ഒരു അഭിനിവേശമാണ്. ആ അഭിനിവേശമാണ് ഞാൻ ഇന്ന് തീർത്തത്. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി മലർമുട്ടുകൾ നീ. എനിക്ക് ആ പാട്ട് കറക്റ്റായിട്ട് അറിയില്ല. മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. അതൊക്കെ ചെയ്യാൻ വേണ്ടി അണിഞ്ഞ ഒരു കോസ്റ്റ്യൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ എന്നെനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഞാൻ നിങ്ങളെ പഴയ നടിയിലേക്ക് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ സൺഡേയിൽ ഞാൻ ഒരുപാട് മെൻ്റലി ഒരുപാട് റിലാക്സ് ചെയ്തു. കുറച്ച് എക്സർസൈസ് ചെയ്തു, കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. ഒപ്പം തന്നെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തു. ഒപ്പം തന്നെ നമുക്ക് എപ്പോഴും വീക്കെൻഡിൽ വരുന്ന ഒരു ഇതാണ് ക്ലീനിങ് ചെയ്യുക, വാഷിംഗ് ചെയ്യുക, അയണിങ് ചെയ്യുക. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി, അതായത് ഞാൻ ഈ ബുക്കൊന്ന് വെച്ചോട്ടെ, ഒരു പെൺകുട്ടി, അതായത് യൂട്യൂബിൽ കൂടി ഇവിടെ ആ പെൺകുട്ടി സ്റ്റുഡൻ്റായിട്ട് വന്നപ്പോൾ അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അതിലൊരുപാട് നെഗറ്റീവ് കമൻറ്റുകളും വന്നു, പോസിറ്റീവ് കമൻറ്റുകളും വന്നു. ആ വീഡിയോസ് എല്ലാം വൈറലായതാണ്. അപ്പോൾ ആ കുട്ടി അതിൽ പരാമർശിച്ചിരുന്നത്, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം അത് പറഞ്ഞത്. അതിൽ എനിക്ക് 95% ഞാൻ ആ കുട്ടിയുമായിട്ട് യോജിക്കുകയാണ്. ഡിപ്പെൻസ്, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് കമ്പനിയാണ്, എങ്ങനെയാണ് എന്നതനുസരിച്ച് ഇവിടെ ഒരുപാട് പേര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുള്ളി ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മെൻ്റലി ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ചെയ്യാറുണ്ട്. വർക്ക് പ്ലേസിൽ അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. എൻ്റെ അനുഭവം ഏറെക്കുറെ അതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം കെയർ ഹോമുകൾ, അതുപോലെ തന്നെ പല അതായത് നമ്മൾ കെയർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അവഹേളനകളും അതുപോലെ തന്നെ നമ്മളെ കൺസിഡർ ചെയ്യാത്ത, നമ്മളെ എൻകറേജ് ചെയ്യാതെയും ഒക്കെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ കൂടി നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതായിട്ട് വരും. അത് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദത്തിലാക്കും. കാരണം നമ്മുടെ കൾച്ചർ ഇങ്ങനെയല്ലല്ലോ. നമ്മൾ പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ലേ. അപ്പം നമ്മുടെ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ടായിരിക്കാം. അത് ഡിപ്പെൻസ്, നമ്മൾ എടുക്കുന്നത് പോലെയും കൂടി ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളയുകയും നിവർത്തിയുള്ളൂ. കാരണം പലരും അതെടുത്തിട്ട് അത് ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊന്നും പോകേണ്ട യാതൊരു കാരണവുമില്ല. ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സിസ്റ്റത്തോട് നമ്മളും പൊരുത്തപ്പെട്ട് ജീവിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ വന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജീവിതം നമ്മൾ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളഞ്ഞാലേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റിമൈൻഡറുമായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വളരെയധികം ബേജാറായി വിഷമിക്കാതിരിക്കുക. അപ്പോൾ എന്ന ഒരു ഉപദേശവുമായി റീന, ബൈ.